Watsapp ഗിസ് ബോക്സ് നാസിമാണ് വിവോയുടെ ഭാഗത്ത് നിന്നും ഓഗസ്റ്റ് 28 ഒരു മൊബൈൽ ഫോൺ റിലീസ് ആകാൻ പോവുകയാണ്. വിവോ V29e എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണാണ് വിവോ ഓഗസ്റ്റ് 28 നമുക്ക് മുന്നിലേക്ക് തരാൻ പോകുന്നത്. വിവോ എന്തൊക്കെ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ ആണ് വിവോ V29e എന്ന് പറയുന്ന ഈ ഒരു മൊബൈലിൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ വളരെ പ്രീമിയം ലുക്കുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു മൊബൈൽ ഫോണിന്റെ തിക്നെസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വളരെ തിന്നായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ബൾക്കായിട്ടൊന്നും തോന്നത്തില്ല. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കയ്യിലെ ആ ഒരു ഫീലിംഗ് നമുക്ക് കറക്റ്റ് ആയിട്ട് അനുഭവിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. വിവോയുടെ V29e എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ കർവ്ഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു കർവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പ്രീമിയം ലുക്കിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ പ്രീമിയം സെഗ്മെന്റിലൊക്കെയാണ് ഇത്തരത്തിലൊരു കർവ് ഡിസ്പ്ലേ കാണുന്നത്. ബെസൽലെസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ പഞ്ച് ഹോൾ സെറ്റപ്പ് ആണ് ഈ ഒരു മൊബൈലിലെ ക്യാമറ സെറ്റപ്പ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 90.1% ആണ് വരുന്നത്. വിവോയുടെ V29e എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 164.42 മില്ലിമീറ്റർ ആണ്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ തിക്നെസ്സിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 7.57 mm മാത്രമാണ് വരുന്നത്. വളരെ കട്ടി കുറഞ്ഞിട്ട് വളരെ സ്ലിം ആയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസൈൻ വരുന്നത്. 180 ഗ്രാം മാത്രമാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. വിവോ V29e എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബിൽഡിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നമുക്ക് ബാക്ക് വന്നിരിക്കുന്നത് മിനറൽ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു മൊബൈൽ ഫോൺ കണ്ടു കഴിയുമ്പോൾ കണ്ടില്ലേ, വളരെ മനോഹരമായുള്ള ഒരു ഡിസൈൻ ആണ്. ഡബിൾ ഷെയ്ഡ് ആണ് വരുന്നത്. വിവോ V29 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ പെർഫോമൻസ് വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ചിപ്സെറ്റ് വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 695 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം വെരി ഗുഡ് എന്ന് പറയാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചിപ്സെറ്റ് ആണ് സ്നാപ്ഡ്രാഗന്റെ 695 എന്ന് പറയുന്നത്. വിവോയുടെ കസ്റ്റം UI ആയിട്ടുള്ള ഫൺ ടച്ച് OS-ലാണ് ഈ ഒരു മൊബൈൽ ഫോൺ ഇറങ്ങാൻ പോകുന്നത്. Android 13-ലായിരിക്കും നമുക്ക് വിവോ V29e എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ എത്താൻ പോകുന്നത്. ക്യാമറ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 64 മെഗാ പിക്സലിന്റെ 1.7 അപ്പറേച്ചറുള്ള ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് ഇതിന്റെ മെയിൻ ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെക്കൻഡറി ക്യാമറ ആയിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 2.2 ആണ് ഇതിന്റെ അപ്പറേച്ചർ വരുന്നത്. 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് 4K 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്യുവൽ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് ഈ ഒരു വിവോയുടെ V29e എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയിൽ OIS സപ്പോർട്ടും അതേപോലെ തന്നെ ഓട്ടോ ഫോക്കസ് സിസ്റ്റവും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് ഈ ഒരു വിവോ V29e എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 44 വാട്ടിന്റെ ഫ്ലാഷ് ചാർജിംഗ് സിസ്റ്റവും ഈ ഒരു മൊബൈൽ ഫോണിലെ വിവോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ ഒരു മൊബൈൽ ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ടൈപ്പ് C ആയിട്ടുള്ള ഒരു ചാർജിംഗ് പോർട്ടും ഈ ഒരു ചാർജിംഗ് പോർട്ട് തന്നെയാണ് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത്. സിം സ്ലോട്ടിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡ്യുവൽ നാനോ സിം ആണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. 8GB 128GB വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. നമുക്ക് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും വിവോ തരുന്നുണ്ട്. 7 5G ബാൻഡുകൾ ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് വിവോ അവകാശപ്പെടുന്നത്. ബ്ലൂടൂത്തിന്റെ 5.1 വേർഷൻ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൽ NFC സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ സെൻസേഴ്സിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത് ഡിസ്പ്ലേയിൽ തന്നെയാണ്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ് ഈ ഒരു അൺലോക്കിംഗ് സിസ്റ്റത്തിന് വേണ്ടി വിവോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ലൗഡ് സ്പീക്കർ സെറ്റപ്പ് ആണ് വിവോ കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വന്നു കഴിയുമ്പോൾ സ്റ്റീരിയോ സെറ്റപ്പിലേക്ക് വരുന്നുണ്ട്. എങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ലൗഡ് സ്പീക്കർ സിസ്റ്റം തന്നെയാണ് വിവോ നമുക്ക് വേണ്ടി ഈ ഒരു മൊബൈൽ ഫോണിൽ തന്നിരിക്കുന്നത്. വിവോ V29e എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ വിവോ ഇപ്പോൾ പറയുന്നത് 26,999 രൂപയ്ക്ക്, ഏകദേശം 27,000 രൂപയ്ക്ക് നമുക്ക് 128GB കിട്ടുമെന്നാണ് വിവോ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വിവോ നമുക്ക് നൽകിയിരിക്കുന്ന അത്യാവശ്യം പെർഫോമൻസ് തരുന്ന സ്നാപ്ഡ്രാഗന്റെ 695 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. വളരെ വലിയൊരു ചിപ്സെറ്റ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, എങ്കിലും ഡീസന്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് 695 എന്ന് പറയുന്നത്. വളരെ വലിയ ഹൈ ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിം ഒന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇവിടെ അവകാശപ്പെടുന്നില്ല, എങ്കിലും അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഗെയിം പെർഫോമൻസ് ഒക്കെ V29e എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു കർവ്ഡ് AMOLED ഡിസ്പ്ലേ നമുക്ക് വിവോ ഈ ഒരു മൊബൈൽ ഫോണിൽ തരുന്നുണ്ട്. വിവോയുടെ V29e എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ 3 കാര്യങ്ങളാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു
ഡിസൈൻ തന്നെയാണ്, ഡ്യുവൽ ടോണിലുള്ള ഈ ഒരു ബാക്ക് ഡിസ്പ്ലേ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തത്. അതേപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഇൻ ഹാൻഡ് ഫീൽ, ഈ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്നൊരു പ്രത്യേക ഫീലാണ്. നിങ്ങൾ ഈ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കറക്റ്റ് ആയിട്ട് കിട്ടും. മൂന്നാമതായിട്ട് ഇതിന്റെ കർവ്ഡ് എമോലെഡ് ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു കർവ്ഡ് എമോലെഡ് ഡിസ്പ്ലേ വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് വിവോ നമുക്ക് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ക്യാമറയും ഒട്ടും പുറകോട്ടല്ല. ഏതായാലും വിവോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് V29e എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഓഗസ്റ്റ് 28 മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങും. പ്രീ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിവോ എന്ന് പറയുന്ന കമ്പനി ഇഷ്ടമാണെങ്കിൽ V29e നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. വാങ്ങുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ യൂസേജ് എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിന് വർത്താണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഏതൊരു മൊബൈൽ ഫോണും, ഈ ഒരു മൊബൈൽ ഫോൺ എന്നല്ല ഏതൊരു മൊബൈൽ ഫോണും നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എത്തിച്ചു കൊടുക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ മാക്സിമം ആൻസർ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എത്തിച്ചു കൊടുക്കുക. അതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.